അപ്പോൾ നമ്മളെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ വാങ്ങിച്ചൊരു എന്താ പറയുക ടാബ്ലറ്റ് ആണ് നമ്മുടെ മോട്ടോ പാഡ് 6G Pro എന്ന് പറഞ്ഞൊരു മോഡൽ. ഒരു 25-24 രൂപയ്ക്കൊക്കെ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ബേസ് മോഡൽ കിട്ടും. അതായത് 8GB 128GB നമുക്കിതിൽ SD കാർഡ് 1TB വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആക്ച്വലി ഇതിൽ 512GB SD കാർഡ് ഇട്ടിട്ടുണ്ട്. നമുക്ക് മീഡിയടെക്കിൻ്റെ പ്രൊസറാണ് വരുന്നത്. പക്ഷേ ലാഗോ സംഭവങ്ങളൊന്നും ഇല്ല. നമ്മൾ സ്മൂത്ത് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ഒരു പ്രശ്നങ്ങളോ സംഭവങ്ങളോ ഇല്ല. നമുക്ക് ഈ പെൻ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതോടെ ഒട്ടിച്ച് വെക്കാനൊക്കെ പറ്റും. പക്ഷേ ചാർജിങ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ കിട്ടില്ല. അതിന് സെപ്പറേറ്റ് ഒരു ടൈപ്പ് സി കേബിൾ ചാർജിങ് വരുന്നുണ്ട്. ഇത് വൺ ഓഫ് ദ കിടിലൻ എന്താ പറയുക അത്യാവശ്യം വലുതാണ്. 12.7 ഇഞ്ചൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയ കൺസപ്ഷൻ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഇതിൻ്റെ ആകെ ഇത്ര ദിവസം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോൺ എന്ന് പറയാനുള്ളത് ഇത് അത്യാവശ്യം കുറച്ച് ഹീറ്റ് ആവുന്നുണ്ട്. നമ്മൾ നോർമൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് ഹീറ്റ് ആവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക ഇതിൻ്റെ കവറോ കേസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അറിയില്ല. പക്ഷെ അല്ലാത്ത പക്ഷം ഇതിൻ്റെ ഇത് അലുമിനിയം ബിൽഡ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ബാക്കിയുള്ള മോഡലൊന്നും ആവുന്നില്ല. ഇത് എന്താ കാരണം എന്നൊക്കെ മനസ്സിലാവില്ല. ഇത് 10,000 mAh ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് ഒരു രക്ഷയില്ലാട്ടാ. ഇത് ഞാൻ ചാർജ് ചെയ്തിട്ട് ഇപ്പോൾ 8 ദിവസം ഉണ്ടായി. ഇപ്പോഴും നമുക്ക് ഞാനത് മോഡറേറ്റ് യൂസ് ആവുള്ളൂ. ഞാനിത് ആക്ച്വലി നമ്മുടെ ഒരു വീഡിയോ പർപ്പസിന് ഒരു കുറേ പേര് 30,000 താഴെ ടാബ്ലറ്റ് ചോദിച്ചപ്പോൾ ഞാൻ വാങ്ങിച്ചു നോക്കിയതാണ് ഈ സാധനം. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ മോട്ടോയുടെ പെന്നിൽ മോട്ടോയുടെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മോട്ടോയുടെ ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം എന്താ പറയുക പെയർ ചെയ്തിട്ട് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ അവരുടെ ഇപ്പോൾ നമ്മുടെ സാംസങ്ങും ആപ്പിളും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അവരുടെ പ്രൊഡക്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സാധനം ഇത് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ JBLന്റെ ബ്രാൻഡഡ് സ്പീക്കേഴ്സാണ് വരുന്നത്, കോർ സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻലി നിങ്ങൾക്ക് അതുപോലെ തന്നെ റൈറ്റിംഗ്സിനും നിങ്ങൾ സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിലും സൂപ്പറായിട്ട് ഉപയോഗിക്കാം. നല്ല കിടിലൻ പേന തന്നെയാണ്. ഒരു എന്താ പറയുക നെഗറ്റീവും പറയാനില്ല ഈ പേനയ്ക്ക്. ഇൻക്ലൂഡഡ് ബ്ലോക്സ് തന്നെ കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് സ്റ്റോക്ക് ആയതിനോടാണ്. പക്ഷേ ഇതിൽ ആകെ ഒരു നെഗറ്റീവ് പറയാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നുണ്ട്. പിന്നെ അപ്ഡേറ്റ്സ് 2 കിട്ടാറുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇത് Android 15 മിക്കവാറും 16 കൂടെ കിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ ഇത് ലോഞ്ച് ആയ സമയത്ത് ഇത് Android 14 വന്നിട്ടുണ്ടായിരുന്നത്. മോട്ടോറോള നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇവരുടെ നെഗറ്റീവ് എന്ന് പറയാനുള്ളത് സർവീസും അപ്ഡേറ്റ്സും ആണ്. അപ്ഡേറ്റ്സ് പക്ഷേ ഫോണിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് വാങ്ങിച്ച സമയത്ത് അപ്പം തന്നെ വേറൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വന്നിട്ടുണ്ടോ അറിയില്ല. ജസ്റ്റ് എന്നാലും ചെക്ക് ചെയ്ത് നോക്കിക്കാം. ഇപ്പോഴും 17.0 ഇതിന് ഇവരുടെ പേര് വരുന്നത് ഇതിൽ ആക്ച്വലി എന്താ പറയുക നമ്മുടെ ഫോണിൽ വരുന്ന പോലെ തന്നെ മോട്ടോ UI അല്ല കേട്ടോ. Zen UI എന്ന് പറഞ്ഞ സാധനമുള്ളത് ആക്ച്വലി നമ്മുടെ ലിനോവയിലൊക്കെ വരുന്നല്ലോ. ലിനോവയും മോട്ടോറോളയും സെയിം തന്നെയാണ്. ഇവർക്ക് ഇതേ ഒരു ടാബ്ലറ്റ് ലിനോവയ്ക്കും ഉണ്ട്, പേര് മാറ്റിയിട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. എനിക്ക് തോന്നുന്നത് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. എപ്പോഴും ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് വേണമെന്നുള്ളവർക്ക്, അതുപോലെ തന്നെ മീഡിയ കൺസപ്ഷൻ എന്നുള്ളവർക്ക്, സ്റ്റുഡൻസ് ആയിട്ട് അതായത് നോട്ട്സ് ടേക്കിങ്ങിന് ഫീച്ചേഴ്സിന് വേണ്ടിയിട്ട്, ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു നിങ്ങളൊരു 30,000 താഴെ നിങ്ങൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ്ലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ സാധനം കണ്ണും പോയിട്ട് എടുത്തോട്ടെ. കിടലൻ സാധനം. ഡിസ്പ്ലേയും സൂപ്പറാണ്. വലിയ ഇതാണ്. ഇതിൻ്റെ ആകെ ഒരു പിന്നെ പ്രശ്നം എന്ന് പറയാനുള്ളത് ഇതിൻ്റെ എന്താ പറയുക ഇത് സെൻറ്ററില്ല. അപ്പോൾ നിങ്ങൾക്ക് സൂം മീറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഇങ്ങനെ പറ്റില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യേണ്ടി വരും. പിന്നെ എന്താ പറയുക ക്യാമറ ക്വാളിറ്റി ഒക്കെ ഒരു ആവറേജ് എന്നാണ് പറയാനുള്ളൂ. മീഡിയടെക്കിൻ്റെ D8300 എന്ന് പറഞ്ഞാൽ ഡയമൻസിറ്റി പ്രൊസറാണ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതായത് ലാഗോ സംഭവങ്ങളൊന്നും ഇല്ല. ഞാൻ ഗെയിമും കളിച്ച് നോക്കിയാൽ പക്ഷേ ഒരു പ്രശ്നങ്ങളോ സംഭവങ്ങളൊന്നും ഇല്ല. എല്ലാം സ്മൂത്തായിട്ട് തന്നെ ഒരു പ്രശ്നമില്ലാണ്ട് സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് AI ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ ഇത് ആക്ച്വലി ബ്ലൂടൂത്തിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു പെന്നും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല പരിപാടി തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്മൂത്താണ്. ഒരു ബ്ലോട്ട് വെയർ പോലും ഇല്ല കേട്ടോ. അതെടുത്ത് പറഞ്ഞൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയാനുള്ളത് ഷവോമി സംഭവങ്ങളൊക്കെ. ഷവോമിയിലും പൊക്കോലൊക്കെ നിറച്ച് ആഡ്സും ആപ്പുകളും സംഭവമൊക്കെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഗൂഗിൾ പിക്സലിൻ്റെ എന്താ പറയുക ടാബ്ലറ്റ് പോലെയാണ്.